എല്ലാവർക്കും എൻ്റെ സ്നേഹം, നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ലോകമെമ്പാടും പരിസരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിനം, പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിനം, പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിനം, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിനം. നാം പ്രകൃതിയിലാണ്, നമ്മളും ചേർന്നതാണ് പ്രകൃതി. ജന്തുപ്രാണി ലോകം പ്രകൃതിയാണ്, സസ്യലോകവും പ്രകൃതിയാണ്. എന്താണ് പ്രകൃതി? പ്രകൃതി ജീവനാണ്. ജീവനില്ല എങ്കിൽ പ്രകൃതിയില്ല. പ്രപഞ്ചത്തിൽ മനുഷ്യനറിയുന്ന ഏക ജീവൻ ഭൂമിയാണ്. ഭൂമിയിൽ ജീവൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഭൂമിയിൽ ജീവൻ ജീവവായുവായി, ജീവജലമായി, ജീവനാകുന്ന മണ്ണായി നിലകൊള്ളുന്നു. ഈ രൂപഭാവങ്ങളിലുള്ള ഭൂമിയുടെ ജീവാവസ്ഥ നാം മനുഷ്യരുടെ ജീവിത പരിസരമാണ്. ഭൂമിയുടെ ജീവാവസ്ഥ നാം മനുഷ്യരുടെ പരിസരമാണ്. പരിസരത്തിന്റെ സ്ഥിതിയാണ് പരിസ്ഥിതി. പരിസരസ്ഥിതി നന്നായാൽ ജീവിതസ്ഥിതി നന്നാവും. പരിസരസ്ഥിതി മോശമായാലോ ജീവിതസ്ഥിതി മോശമാവും, നാശമാവും. ഭൂമിയാം ജീവൻ ക്ഷയിക്കുന്ന കാലമാണിത്. ഭൂമി ക്ഷയിക്കുന്ന കാലം. രോഗങ്ങൾ ഭൂമി ഭരിക്കുന്ന കാലമാണിത്. കഷ്ടകാലം താണ്ടി ഭൂമിയെ രക്ഷിക്കാൻ നമ്മിൽ നിന്ന് പ്രാർത്ഥന വേണം. ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനവും വേണം. ചന്ദ്രനും ചൊവ്വയും ലക്ഷ്യമായി കാണേണ്ട, അതാണല്ലോ ഇപ്പൊ ലക്ഷ്യമായിട്ട് മനുഷ്യന്റെ മുന്നിലുള്ളത്. ഓസോൺ പാളിയിൽ വിള്ളൽ വളർത്തേണ്ട എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടതായ, ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന കാര്യം. ഭൂമിയെ സംരക്ഷിക്കുക, ഭൂമിയിലെ ജീവവായുവിനെ, ജീവജലത്തെ, ജീവനാകുന്ന മണ്ണിനെ സംരക്ഷിക്കുക. ഇവയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഭൂമിക്ക് ചുറ്റുമുള്ള ജീവാന്തരീക്ഷത്തെയും ഭൂമിക്ക് ചുറ്റുമുള്ള ജീവാന്തരീക്ഷത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്ന ഓസോൺ പാളിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ബോധസത്യം. ഓക്കേ. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം വൃക്ഷൈഹി ജീവതി ജീവലോകഃ, വൃക്ഷങ്ങളാൽ ജീവലോകം ജീവിക്കുന്നു, ഈ ആപ്തവാക്യം മുഖവചനമായി വൃക്ഷത്തൈ നടൽ സംരംഭത്തിന് ആരംഭം കുറിക്കുകയാണ്. ജൂൺ 13 ഞായറാഴ്ച രാവിലെ 7-നും 8:30-ക്കും ഇടയിലാണ് നടൽ കർമ്മം തുടങ്ങുന്നത്. മാതൃകാപരമായ ഈ ദൗത്യത്തിന് വിജയാശംസകൾ നേരുന്നു. നമുക്കും പങ്കാളികളാവാം. നമ്മുടെ പരിസരത്ത് നമുക്കും തൈകൾ നടാം. വൃക്ഷാണാം പതയേ നമഃ. നമസ്കാരം.